അശ്റത്ത് ബാൽ പ്രശ്നം പോലീസുകാരൻ പരിഹരിച്ചതും അങ്ങനെയല്ലേ? ചെങ്ങാതിമാരെ നിങ്ങൾ ആലോചിക്കേ. അപ്പൊ ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു വചനമാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഖുലൂന അംബാലന്നാസ് ബിൽ ബാത്തിൽ. പണ്ഡിത പുരോഹിതന്മാർ ഈ സാധുക്കളെ ചൂഷണം ചെയ്യുന്ന വല്ലാത്ത രംഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഗ്രൂപ്പിസം ആഘോഷിക്കുന്നവർ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, നിങ്ങളുടെ പാളയം AP സുന്നി, APയെ കുറിച്ച്, അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച്, അതുപോലെ തന്നെ AP വിഭാഗത്തെ കുറിച്ച് കാസിമി പറയുന്ന വളരെ ഗൗരവകരമായ ഒരു ഭാഗം നിങ്ങൾ കേട്ടോളൂ. സത്യത്തിൽ എന്താണോ മുജാഹിദിന്റെ ഭാഷ, ഈ ഭാഷ തന്നെയാണ് തബ്ലീഗ് ജമാഅത്ത് പുലർത്തിക്കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഈ രീതിയും ഈ പ്രവർത്തനവും ഈ വിശ്വാസവും മുസ്ലിം സമുദായത്തിന് അന്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ വളരെ ആത്മാർത്ഥമായി തന്നെ പറയുകയാണ്. നിങ്ങൾ ആരെങ്കിലും നാലാളെ കാണുമ്പോൾ പറഞ്ഞ സംഗതിയാണ് എന്ന് വിചാരിക്കേണ്ട. എനിക്ക് തബ്ലീഗുമായി ഒരു ബന്ധവുമില്ല. എനിക്ക് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തുമായി സമസ്തമായുമായിട്ടല്ലാതെ ഒരു ബന്ധവുമില്ല. എങ്കിൽ പിന്നെ ആരൊക്കെയോ നോട്ടിയൊക്കെ മാസിക ഇറക്കി അവൻ ഭ്രാന്തനാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അച്ചങ്ങാടിക്ക് ഭ്രാന്ത, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഭ്രാന്താലയത്തിന്റെ കൂടാണത്. അല്ലെങ്കിൽ അവർക്ക് ഭ്രാന്ത്, അല്ലെങ്കിൽ AP വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. നിങ്ങൾ തക്ബീർ ചെല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞൊന്നുമല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെയൊന്നുമല്ല. ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തില്ല. ഉളുപ്പ്, മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്. ഉളുപ്പ്, ഉളുപ്പ് എന്നത്, ഉളുപ്പ് എന്നുള്ളത് അയാൾ ജനിച്ച നാട്ടിൽ എന്ന് ഞാൻ പറഞ്ഞില്ല, ആ വാക്യം പിൻവലിച്ചാണ്. കാരണം കാന്തപുരത്തേക്ക് നല്ല മനുഷ്യന്മാരാണ്, അവർ നല്ലോരാണ്, അവർ സമസ്തന്റെ ആളുകളാണ്, അവർ മുത്തക്കങ്ങൾ സാലിഹ്യങ്ങളാണ്. അത് നാട് ഞാൻ പറഞ്ഞില്ല. അയാൾക്ക് അയാൾ അനുയായികൾക്കോ ഉളുപ്പ് എന്ന 3 അക്ഷരം ഉണ്ടെങ്കിൽ പലിശക്കെതിരെ എങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തും? ഇയാൾ പറഞ്ഞതാ, 2 കോടി ഞാൻ പലിശ കൊടുത്തു, ബാക്കി പലിശ കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ മറന്നോ? അയാളും അയാളെ പേറിയവനും മാറും. അതെല്ലാരും മനസ്സിലാക്കുക. എന്താ ഉളുപ്പ്? ഉളുപ്പ് ഊ കൂട്ടണം, കൂട്ടണം എന്നും കൂടി പറഞ്ഞാൽ ഗംഭീരായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അയാൾക്ക് ഭ്രാന്താണ്. ആർക്ക്? AP അബൂബക്കർ മുസ്ലിയാർക്ക്. ഭ്രാന്തന്മാരുടെ കൂടാരമാണ് നിങ്ങൾ ചെയ്യുന്ന ചില സ്ഥലം. അതാണ് നിങ്ങളുടെ മർക്കസുസ് സഖാഫത്തു സുന്നിയ ഭ്രാന്തന്മാരുടെ കൂടാരമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഭീമാ പള്ളിയിൽ നിങ്ങൾ നടത്തുന്ന ചില സെല്ലുകൾ, ഭ്രാന്തന്മാരെ നിങ്ങൾ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്ന സെല്ലുകൾ നേരിട്ട് കണ്ട് ഫോട്ടോ എടുത്തു പോന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ CM